ഡങ്കി ആക്ച്വലി കോർ തീം ഇമിഗ്രേഷൻ ഇഷ്യൂവിനെ പറ്റിയാണ്. ആ തീമുമായിട്ട് എനിക്ക് യോജിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ തീം അതിൻ്റെ പൊളിറ്റിക്സ് കറക്റ്റായിട്ടല്ല പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടുത്ത പ്രശ്നം ഷാറൂഖ് ഖാനെക്കാട്ടിലും വിക്കി കൗശൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ വിക്കി കൗശൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ എപ്പിസോഡ് നല്ല രസമുണ്ട്. വിക്കി കൗശലിൻ്റെ പാർട്ട് നല്ല രസമുണ്ട്. പിന്നെ ബാക്കി ഓവറോൾ ടൈം പാസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഫീൽ ഗുഡ് ആണ്. ഫീൽ ഗുഡ് ആണ്. ക്ലൈമാക്സ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഇമിഗ്രേഷൻ ഇഷ്യൂവിൻ്റെ ആ കാര്യം പക്ഷെ നന്നായിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നല്ല ഫീലായിരുന്നു. ക്ലൈമാക്സ് കുറെ നമുക്കൊരു എന്താ പറയാ നല്ലൊരു നൈസ് മൂവി. കൂടുതൽ മാസമൊന്നുമല്ല, നല്ല ശരിക്കും ഇഷ്ടപ്പെടും. നല്ലൊരു മാറ്റമുണ്ട്. നല്ല മറ്റേ ജവാൻ ഇതൊന്നും പോലെയല്ല, നല്ല ചേഞ്ച്. ആ ഫീൽ ഗുഡ്. നല്ല അടിപൊളി പടം. ക്ലൈമാക്സ് ഇമോഷണൽ ഫുള്ളും ഒക്കെ അടിപൊളി പടം. ഓക്കെ സോങ്സ് ഒക്കെ നൈസ്. എല്ലാവരും നൈസായിരുന്നു. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിരുന്നു. ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്കാപ്പടായിരുന്നു. അടിപൊളി പടം. കഴിഞ്ഞപ്പോൾ പഠാനോ ജവാനോ പോലെ അല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആ ഒരു ഇത് കാരണം കൊള്ളാം എന്ന് തോന്നുന്നു. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ആയിരിക്കും. അതെന്തായാലും ഉണ്ടാവും. ഇമിഗ്രേഷൻ ഇഷ്യൂ ആണ് മെയിനായിട്ട് പറയുന്നത്. ഇഷ്യൂസ് കുറച്ച് അവർ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK വിസാസ് എങ്ങനെയാണ് പ്രോസസ്ഡ് ആവുന്നത്, ഇല്ലീഗൽ ഇമിഗ്രൻസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ആ ഇഷ്യൂ കുറച്ചുകൂടെ അവർ സ്റ്റഡി ചെയ്യാനുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് പോകുന്നു എന്നുള്ളതല്ലാതെ അതെങ്ങനെ കർബ് ചെയ്യാമെന്നുള്ള ഒരു വൺ സൈഡഡ് വ്യൂ ആണ് തോന്നി. എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ സമ്മതിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യം അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു അതെ, സിനിമ എന്റർടൈനിങ് ഒക്കെയാണ് പക്ഷെ ആ ഒരു കംപ്ലീറ്റ് വ്യൂവിലുള്ള വ്യത്യാസം.